സ്വാതി രാജീവ് ഉണ്ട് എനിക്കൊപ്പം. സ്വാതി, ഗുഡ് മോർണിംഗ്. എല്ലായിടത്തും മഴയാണ്. നമ്മളിപ്പോൾ തൃശ്ശൂരത്തെ കണ്ടതേ ഉള്ളൂ, അവിടെയും മഴ. ഇന്ന് രാവിലെ മുതൽ കൊച്ചിയിൽ നല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ഒരു കാലാവസ്ഥ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. എല്ലായിടത്തും മഴയാണ്. സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ വെറും മഴയല്ല, ഇടിമിന്നലോട് കൂടിയുള്ള മഴയാണ് പെയ്യുന്നത്. പക്ഷേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വകുപ്പ് പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പുകളൊന്നും നൽകുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വൈരുദ്ധ്യമായ ഒരു കാര്യം. എവിടെയും ശക്തമായ മഴ മുന്നറിയിപ്പില്ല. അതേസമയം പലയിടങ്ങളിലും ചെറിയ രീതിയിലുള്ള മഴ തന്നെയാണ്. അതായത് ഇന്നത്തെ മാപ്പ് പരിശോധിച്ചാൽ അറിയാം, എല്ലായിടത്തും ഗ്രീൻ അലേർട്ട് തന്നെയാണ്. എവിടെയും അതിശക്ത മഴയുടെ മുന്നറിയിപ്പായ യെല്ലോ അലേർട്ട് അടക്കമുള്ള അലേർട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. എന്നാൽ അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ പൂരമാണ്. പൂരത്തിന് പോകുന്ന ആളുകളൊക്കെ അത്തരത്തിൽ കുടയൊക്കെ കരുതി പോകുക എന്നുള്ളതാണ്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത. ശക്തമായ കാറ്റും ഉണ്ടാകും എന്നുണ്ട്. എന്നാൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് എവിടെയും ഇല്ല. പക്ഷേ ചൂടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം. കാരണം പാലക്കാടും കോഴിക്കോടും ഈ 2 ജില്ലകളിലാണ് വലിയ തരത്തിലുള്ള ചൂട് അനുഭവപ്പെടുന്നത്. 39 ഡിഗ്രി സെൽഷ്യസ് ചൂട് വരെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പുള്ളത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ തൃശ്ശൂരും കണ്ണൂർ ഈ 2 ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട്. അത് ഉയർന്ന താപനിലയാണ് ഈ 39, 38 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ ഇപ്പോൾ തൃശ്ശൂർ മഴയുണ്ട്, അതേപോലെ തന്നെ വലിയ തരത്തിൽ ചൂടും ആ ഒരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. അപ്പോൾ ഈ പൂരത്തിന് പോകുന്ന ആളുകളൊക്കെ അത്തരത്തിൽ മുൻകരുതലുകളെല്ലാം എടുത്ത് തൃശ്ശൂർ പൂരത്തിന് പോകുക എന്നുള്ളതാണ്. മലപ്പുറത്തും കാസർഗോഡും കൂടി വലിയ തരത്തിലുള്ള ചൂട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 37 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അവിടെയും ചൂട് മുന്നറിയിപ്പ് നൽകുന്നത്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ചൂട് കൂടുമ്പോൾ വലിയ തരത്തിലുള്ള അസ്വസ്ഥതയെല്ലാം അനുഭവപ്പെടും. അപ്പോൾ അത്തരത്തിൽ വെള്ളമൊക്കെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരിട്ട് ഈ ഒരു ഏൽക്കാത്ത സ്ഥിതിയിലുള്ള മുൻകരുതലുകളെല്ലാം എടുത്ത് മുന്നോട്ട് പോവുക, ഇന്നത്തെ ദിവസം കൊണ്ടുപോകുക എന്നുള്ളതാണ് സേതുലക്ഷ്മി. ശരി സ്വാതി. ഇപ്പം സ്വാതി പറയുന്നത് കേൾക്കുമ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായൊരു കാലാവസ്ഥയാണ്. കാരണം മഴയുണ്ടെന്ന് വെച്ചാൽ മഴയുണ്ട്, എന്നാൽ ചൂടില്ലെന്ന് വെച്ചാൽ ചൂടുണ്ട്, നല്ല മുട്ടൻ ചൂടുണ്ട്, അതിനുള്ള മുന്നറിയിപ്പും ഉണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സ്വാതി പറഞ്ഞ പോലെ തന്നെ മുൻകരുതലുകളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ